നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഈ അടുത്തായിട്ട് ഒട്ടനവധി സ്ത്രീകൾ, ഒരു 40-50 ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. അതിൽ പലർക്കും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പല്ലുകൾ പൊങ്ങിപ്പോവുക, പല്ലുകൾ അകന്നു പോവുക. ഇതിൻ്റെ ഈ അകന്നു പോയ പല്ലുകളുടെ ഇടയിൽ ഭക്ഷണം കയറുക, അവിടുന്ന് ബ്ലീഡിങ് ഉണ്ടാവുക, അങ്ങനെ പല പല കാര്യങ്ങളായിട്ടാണ് ഈ വരുന്നത്. അപ്പം ഞാൻ ഇവരുടെ ഡെൻറ്റൽ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ, ഇവരുടെ പൂർവ്വചരിത്രം, ട്രീറ്റ്മെൻറ്റിൻ്റെ ചരിത്രം ചോദിക്കുമ്പോൾ, ദന്തസംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഇവർ പലപ്പോഴും പറയാറുള്ളത്, പണ്ട് ഡോക്ടറെ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് പല്ല് ഒരല്പം പൊങ്ങിയായിരുന്നിരുന്നത്. അപ്പോൾ അടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് കമ്പി ഇട്ടു. 4 പല്ല് എടുത്തിട്ടാണ് കമ്പി ഇട്ടത്. ഇത് കഴിഞ്ഞ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അന്നെല്ലാം കഴിഞ്ഞു. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ അടുത്തായിട്ട് ആണ് ഈ വക പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് ഞാൻ ആലോചിച്ച് ഇവരൊക്കെ ആയിട്ട് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്ങും എല്ലാം നോക്കി എല്ലാം സ്റ്റഡി ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഈ പണ്ട് ചെയ്തിരുന്ന ഈ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ഇന്നത്തെ പോലെ അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. അന്ന് ഡോക്ടർമാരൊക്കെ മിടുക്കന്മാരായിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ടെക്നോളജി ഇന്നത്തെ പോലെ അത്ര അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള അറിവും ഡോക്ടർമാർക്ക് വളരെ പരിമിതമായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്, ഇന്നത്തെ പോലെ ഇന്ന് ഉള്ള ഓർത്തഡോണ്ടിസ്റ്റ് ചെയ്യുന്ന പോലത്തെ അത്രയും ഒരു ഫിനിഷിങ്ങോടുകൂടി പെർഫെക്ഷനോടുകൂടി അന്ന് ഓർത്തഡോണ്ടിക്സ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എങ്ങനെയോ പല്ലുകൾ എടുത്ത് കമ്പിയൊക്കെ ഇട്ട് വലിച്ച് ബാക്കിലേക്ക് എടുക്കും. പക്ഷെ ആ ഒരു പ്രക്രിയയിൽ ഇതിൻ്റെ അടിയിലുള്ള എല്ലിൻ്റെ അവസ്ഥ എന്താണെന്നോ, വിസ്ഡം ടീത്ത് വന്നിട്ടുണ്ടോ എന്നോ, പലപ്പോഴും എന്താ സംഭവിക്കുക, 4 പല്ല് എടുത്ത് കമ്പി ഇടുന്ന ആ ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു 13-14 വയസ്സുള്ളപ്പോഴാണ്. ഇത് കഴിഞ്ഞൊരു 17-18 വയസ്സാകുമ്പോഴാണ് വിസ്ഡം ടീത്ത് വരിക. അപ്പോൾ ഇവരുടെ വിചാരം എന്താ, പേഷ്യൻസിൻ്റെ വിചാരം ഈ 4 പല്ലെടുത്ത് കമ്പി ഇട്ട് കഴിഞ്ഞോടുകൂടെ എല്ലാം ശരിയായിരുന്ന. പക്ഷേ ഈ പല്ലുകളൊക്കെ നിരയൊക്കെ പെർഫെക്റ്റ് ആക്കി ശരിയാക്കി കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും വിസ്ഡം ടീത്ത് വരിക. വിസ്ഡം ടീത്ത് വന്ന് ഇതൊക്കെ കംപ്ലീറ്റ് പുഷ് ചെയ്ത് പിന്നെയും പല്ല് പൊങ്ങും. അങ്ങനെയാണ് സംഭവിക്കുക. അതേപോലെ ഈ പല്ലിൻ്റെ മൂവ്മെൻറ്റ് ശരിയല്ലാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പൊസിഷൻ തെറ്റായി പോയിട്ട് കടി ശരിയല്ലാതെ വന്ന് പല്ലുകൾ പിന്നെയും പൊങ്ങി വരും. അപ്പോൾ അങ്ങനെ ഒട്ടനവധി കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ചെയ്ത അക്ലൂഷൻ, അതായത് പല്ലിൻ്റെ കടിയെക്കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ ആ കടി ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ കടി ശരിയാക്കി എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പല്ലിൻ്റെ ആകൃതിയും ഷേപ്പും അതിൻ്റെ ഒതുക്കവും എല്ലാം കറക്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ സ്മൈൽ കറക്ഷൻ ഓട്ടോമാറ്റിക്കലി അതിൽ വരും. വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്മൈൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ചില സമയത്ത് വളരെ മോശപ്പെട്ട പല്ലുകൾ എടുത്തു കളഞ്ഞ് നമ്മളത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഇംപ്ലാന്റ് മുഖേനയോ അല്ലെങ്കിൽ ബ്രിഡ്ജ് മുഖേനയോ ഒക്കെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ചെയ്ത് പെർഫെക്റ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് പേഷ്യൻറ്റിന് ചവയ്ക്കാനും ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് വളരെ വളരെ കൃത്യമായിട്ടുള്ള വളരെ ഇഫക്റ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.